മരുമകന് കീഴ്പ്പെട്ട് നിൽക്കുന്ന ഒരു ജൂനിയർ ടീമിനെ, വാ തുറക്കാൻ ശേഷിയില്ലാത്തൊരു ജൂനിയർ ടീമിനെ കേരളത്തിൻ്റെ മന്ത്രിസഭയിൽ കൊടുന്നിരുത്തി. ഈ ഗവൺമെൻറ്റിൻ്റെ പരാജയത്തിന് അതും ഒരു കാരണമാണ്. പറയുന്ന മരുമകനെ അടക്കമുള്ള ഒരു ജൂനിയർ ടീമിനെ കേരളത്തിൻ്റെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവന്ന് കേരളത്തിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ജനങ്ങളുടെ അഭിപ്രായമുണ്ടായിരുന്ന ശ്രീ സുധാകരനെ അടക്കം നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്റർ തോമസ് ഐസക് ഉൾപ്പെടെ ആരോഗ്യമന്ത്രി ടീച്ചർ ഉൾപ്പെടെയുള്ള ആ വലിയൊരു ടീം, അവർ ചില അഭിപ്രായങ്ങൾ മന്ത്രിസഭയിൽ പറയായിരുന്നു. അവർക്ക് അഭിപ്രായങ്ങളുണ്ടായിരുന്നു. ആ ടീം ഉണ്ടെങ്കിൽ ഈ പറയുന്ന മരുമോനിസം ഗവൺമെൻറ്റിലും മന്ത്രിസഭയിലും നടക്കില്ല എന്ന് മനസ്സിലാക്കി മരുമകന് കീഴ്പ്പെട്ട് നിൽക്കുന്ന ഒരു ജൂനിയർ ടീമിനെ, വാ തുറക്കാൻ ശേഷിയില്ലാത്തൊരു ജൂനിയർ ടീമിനെ കേരളത്തിൻ്റെ മന്ത്രിസഭയിൽ കൊടുന്നിരുത്തി. ഈ ഗവൺമെൻറ്റിൻ്റെ പരാജയത്തിന് അതും ഒരു കാരണമാണ്. ഇപ്പം മരുമകൻ സേഫാണ്, മരുമകൻ മന്ത്രിയാണ്, മരുമകൻ സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. എന്തിനേറെ പറയുന്നു, ഈ തമിഴ്നാട്ടിൽ നടന്ന പാർട്ടിയുടെ ദേശീയ കോൺഗ്രസ്സിൽ ഈ പറയുന്ന മരുമകനെ പോളിറ്റ് ബ്യൂറോ അംഗമാക്കാനുള്ള തീരുമാനമെടുത്തു വച്ചിരുന്നു പിണറായി. അറിയാം നമുക്ക്.